വീണ്ടും ചോദിച്ചിട്ട് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു. അവിടെ ഉണ്ടായത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. പാർട്ടി നേതൃത്വത്തിൻ്റെ ആലോചനയോടുകൂടിയല്ല, ഞങ്ങളുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്നാൽ കോട്ടയം DCCയുടെ പരിഹാസ്യവും അധിക്ഷേപവും കേട്ട് വേദനിച്ച പാർട്ടി പ്രവർത്തകരുടെ പ്രതികരണമാണിത്, പ്രാദേശിക പ്രതികരണമാണിത്. അതിനിപ്പോൾ അവരെ കുറ്റമൊന്നും ഞാൻ പറയാനൊക്കില്ല. ഞാനത് ഉൾക്കൊള്ളുന്നു, ഞാനത് തള്ളുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഇതാണ് സംഭവിച്ചത്. എന്താ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താ? ലോക്സഭയും മുന്നണി പ്രവേശനമായിട്ട് ഇത് വല്ല ബന്ധമുണ്ടോ? ഒന്നുമില്ല. ജോസഫ് ഇന്നലെ അസന്നിഗ്ധമായ ഒരു കാര്യം പറഞ്ഞു. KM മാണിയും ജോസ് കെ മാണിയും ഇനി UDFന്റെ ഭാഗമായി ഉണ്ടാകില്ല എന്ന് തറപ്പിച്ചാണ് ഇന്നലെ. ഞാനത് പറഞ്ഞില്ലേ, ഞാൻ ആരാ ഇത് അപേക്ഷയുമായിട്ട് നിൽക്കുന്നത്? UDFന്റെ ഭാഗമായി വേണമെന്നും പറഞ്ഞു ഞങ്ങളെല്ലാം അപേക്ഷ, അയ്യോ ഞങ്ങളെ തള്ളരുതേ, ഞങ്ങളെ ഭാഗമാക്കി നിലനിർത്തണമേ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു നിലപാടും കണ്ടോ? ഞങ്ങളുടെ നിലപാടുണ്ടോ? ഇല്ല. ഞങ്ങളെ വേണമെന്നുണ്ട്, ഓക്കെ. വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് പൊരുത്തിക്കളയാം. വേണമെങ്കിൽ നമുക്ക് സൗമനസ്യമായിട്ട് പോകാം, സ്നേഹമായിട്ട് പോകാം. ഞങ്ങൾ ആൻറ്റി UDF അല്ല, ഞങ്ങൾ ആൻറ്റി കോൺഗ്രസ് അല്ല. വേണമെങ്കിൽ ഒന്നിച്ചു പോകാം, പക്ഷേ ഞങ്ങളെ ഇട്ട് ജോഡിപ്പിക്കരുത്. ഇത്രയേ ഉള്ളൊരു കാര്യം. എന്തിനാ ആ ചോദ്യമൊന്നും ആവശ്യമില്ല. UDFിലേക്ക് പോവില്ലയോ? അതൊക്കെ പാർട്ടി നയപരമായ തീരുമാനങ്ങളാണ്. ഞാനിങ്ങനെ കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാർ പറയുന്നതല്ല എനിക്കിപ്പം മറുപടി പറയാൻ ഇല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് കൂടുതൽ അതൊക്കെ ജോസ് കെ മാണിക്കെതിരായിട്ടുള്ള അജണ്ട ആർക്കെങ്കിലും കാണും. അതിനെല്ലാം ജോസ് കെ മാണി അതുപോലെ അറിയുന്നുണ്ടോ? ജോസ് കെ മാണി അല്ല, അവൻ ലണ്ടനിലിരിക്കുക. ലണ്ടനിലിരിക്കുന്നത് ജോസ് കെ മാണിയാണ്. ഇതിന് മുഴുവൻ ഉത്തരവാദിത്വം. അതായത് ജോസ് കെ മാണിക്കെതിരായ അജണ്ടയുള്ള ആരെങ്കിലും എല്ലാം ജോസ് കെ മാണി അവൻ ഭയങ്കരനാണ് കേട്ടോ എന്ന് വരുത്താൻ എല്ലാവർക്കും രാജ്യത്തും കോട്ടയത്തൊക്കെയുള്ള ആളുകൾക്ക് ജോസ് കെ മാണി ആരാണെന്നറിയാം. അവൻ മാന്യമര്യാദയായിട്ട് നടക്കുന്നവനും ഒരു തത്വങ്ങളൊക്കെ പാലിച്ച് നടക്കുന്നവരൊക്കെയാണ്. സത്യസന്ധമായ രാഷ്ട്രീയമാണ് ജോസ് കെ മാണിയുടേത്. എനിക്കതിൽ അഭിമാനമുണ്ട്. So, one last question. Considering CPM, I don't mind my language, I'm sorry. Considering the fact that CPM was against you once, but now they are trying to hold hands with you. Do you think that the LDF is trying to expand their territory, since you are also well versed in considering Kerala Congress? I did not follow. So, Kerala Congress എന്ന് പറയുന്നത് സ്വന്തം റിലീജിയൻ കൺസിഡർ ചെയ്യുവാണെങ്കിലും കോട്ടയത്തെ എക്സ്പാൻഡ് ചെയ്യാൻ LDF ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസ് LDF ഞങ്ങളെ കൊണ്ടുപോകാൻ, ഞങ്ങളെ ആർക്കെങ്കിലും ഹൈജാക്ക് ചെയ്യാൻ ഒക്കുമോ? ചുമ്മാ ഇങ്ങനെ പറ്റിച്ചോണ്ട് പോകാൻ ഒക്കുന്നു? നല്ല വിവേകമുള്ള പാർട്ടിയല്ലേ, തിരിച്ചറിവുള്ള പാർട്ടിയല്ലേ കേരള കോൺഗ്രസ്. ഇതിനെ ഹൈജാക്ക് ചെയ്യാനായിട്ട് ഒക്കുമോ? ഞങ്ങൾ വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട. അത് ഞങ്ങൾ പാർട്ടിയിൽ തീരുമാനം എടുക്കുന്ന നയപരമായ എത്രയുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും LDFനോടും UDFനോടും തുല്യ ദൂരമാണ് ഞങ്ങൾ ഞാൻ എൻ്റെ കാര്യം വെളിപ്പെടാം. അന്ധമായ വിരോധം ആരോടുമില്ല, അസ്പൃശ്യത ആരോടുമില്ല, അന്ധമായ വിരോധം ആരോടുമില്ല. എന്നാൽ അടുപ്പവും ഇതുപോലെ തന്നെ അന്ധമായ അടുപ്പവും ആരോടുമില്ല. ഞാൻ പറയട്ടെ, ഓരോന്നും ഓരോ സമയത്തും ശരി ഏത് തെറ്റേത് എന്ന് വിവേചിച്ച് നോക്കി ശരിയുടെ ഭാഗത്ത് എപ്പോഴും കേരള കോൺഗ്രസ് നിൽക്കും. CPIക്ക് എപ്പോഴും ഉണ്ടല്ലോ, ആദ്യം മുതലേ CPIക്ക് ഭയപ്പാടുണ്ട്. കേരള കോൺഗ്രസ് അങ്ങോട്ട് വരുമോ. ഞങ്ങളങ്ങോട്ട് ചെന്നാൽ CPIക്ക് ഇപ്പോൾ ഉള്ളോരോ സൗകര്യങ്ങൾ കുറയും, ചെറിയ ഗ്രേഡ് കുറയും, അത്രയും സ്ഥാനങ്ങൾ അല്പം കുറയുന്നു വരും. അപ്പോൾ അതിൻ്റെ ഒരു ഭയപ്പാടാണ്.